അപ്പോൾ ഗായ്സ് ഗുഡ് നൈറ്റ്. ഇത് ബേബി ഗേൾ, അത് ബേബി ബോയ്, ഇത് ട്വിൻസ്. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് ആശംസകൾ. ഈദ് മുബാറക്. അപ്പോൾ ഇപ്പോൾ സമയം എത്രയാണെന്നറിയോ? രാത്രി 12:35 ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പം ഏകദേശം നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് രാത്രി ഒരു ഇൻട്രോ കൊടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഇങ്ങനെയല്ല വിചാരിച്ച ഫുഡും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന വീഡിയോ നോക്കട്ടെ. ഞാൻ കിച്ചണിൽ ഒന്നുകൂടി പോവുകയാണെങ്കിൽ എല്ലാം ജസ്റ്റ് ഒന്ന് കാണിക്കാം. കസ്റ്റർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഫ്രിഡ്ജിൽ എടുത്തേക്കുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ നാളത്തെ ഫുഡ് എന്ന് പറയുന്നത് ആടി ബിരിയാണിയും ബീഫ് വരട്ടിയതും. ബീഫ് വരട്ടി ഞാൻ ഉണ്ടാക്കി. ആടി മസാല ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കോഴി പൊരിച്ചത്, അത് ഉമ്മ പരക്കി വെച്ചിട്ടുണ്ട് പൊടിച്ചിട്ട്. അപ്പം ഇന്ന് ഇപ്രാവശ്യത്തെ ഫുഡ് നമ്മൾ പുതിയ ഇറക്കുന്നതാണ് കേട്ടോ. ഏകദേശം ഉമ്മാൻ്റെ അടുത്ത് കഴിച്ചത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഇടുന്നതാണ് കഴിക്കുന്നത് മാഷാഅല്ലാ. അപ്പം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നാളെ രാവിലെ ഇനി കച്ചമ്പറാക്കണം, ചോറ് വെക്കണം, അരുമണിയേ ഇല്ലും കോഴി പൊരിക്കണം ഇൻഷാ അല്ലാ. പിന്നെ അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാം കാണിച്ചു തരാം. അതുപോലെ തന്നെ നാളെയാണ് എൻ്റെ ചെക്കപ്പിൻ്റെ ഡേ വരുന്നത്. അപ്പോൾ നമ്മൾ നാളത്തേക്ക് ഞാൻ ടോക്കൺ വിളിച്ചിട്ടുണ്ട്. ചിലപ്പം പോകും, പെരുന്നാളല്ലേ എന്ന് വിചാരിച്ച് പോകേണ്ടി വന്ന് നിർത്തി ഞാൻ നിൽക്കുന്നത്. പോകണം തന്നെയാണ് വിചാരിച്ചപ്പോൾ എന്താ മൈലാഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പൊതുവെ ഇടല്ല. ഇപ്രാവശ്യം എന്തോ ഒന്ന് ഇട്ടേക്കാന്നൊരു ആഗ്രഹം, ചെറിയൊരു ആഗ്രഹം. അല്ലെങ്കിൽ ഭയങ്കര മടിയാട്ടോ. ഞാനോട്ടും ഷെഞ്ചൊക്കെ ഇട്ടെടുത്ത് അപ്പം അങ്ങനെ മൈലാഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം പിന്നെ ഇപ്പം പറയുകയാണെങ്കിൽ എൻ്റെ ഹെൽത്ത് അങ്ങനെ അത്ര വലിയ എന്താണ് ഫുൾ ഓക്കെ അല്ല. ഞാൻ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം. കാരണം വെച്ചാൽ ഡെലിവറി ആവാനായി. അപ്പോൾ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെറുങ്ങനെ സ്റ്റാർട്ടായിട്ടുണ്ട്. മാഷാഅല്ലാ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ 37 വീക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഒരു 36 പകുതി ആകുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം കുറച്ച് അസ്വസ്ഥകളും കാര്യങ്ങളൊക്കെ തുടങ്ങി. പിന്നെ ഇങ്ങനെ പോകുന്നു അത്ര തന്നെ. അപ്പോൾ നാളെ കാണിക്കണോ അല്ല തിങ്കളാഴ്ച കാണിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാ നോക്കിയിട്ട് നാളത്തെ പെരുന്നാളിൻ്റെ എങ്ങനെയാണ് സാഹചര്യം നോക്കിയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ ടോക്കൺ ബുക്ക് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ മൺഡേ പോകാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇൻഷാ അല്ലാ. പിന്നെന്താണ്, അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കാണിച്ച് നമുക്ക് രാവിലെ വീഡിയോ, കാരണം വെച്ചാൽ രാവിലെ പ്രത്യേകിച്ച് രാവിലെ തിരക്കിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റുമെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇപ്പോൾ എല്ലാം കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ രാവിലെ കഴിക്കുമ്പോൾ കാണിച്ചാൽ മതിയല്ല. അപ്പം ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണിക്കണമെന്ന് വിചാരിച്ചു രാത്രി. പക്ഷേ ഇപ്പം തന്നെ സമയം ഒരുപാടായി, 12:30 1 മണിയാവണ്ടായി. അപ്പോൾ ഞാൻ രാവിലെ എണീക്കണം. ഓക്കെ, നല്ല ഉറക്കം വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത്രയാണ് പെരുന്നാൾ രാത്രിത്തെ വിശേഷങ്ങൾ എന്ന് വെച്ചാൽ. പിന്നെ വെച്ചാൽ ഞാൻ ഫുഡ് ആക്കുന്ന ടൈമൊന്നും വീഡിയോ എടുക്കാൻ നിന്നിട്ടാ. ആക്കുമ്പോൾ കാണിച്ചു കഴിഞ്ഞാൽ അത്ര ലേറ്റാവും. അപ്പോൾ അതുകൊണ്ട് അത് ആ ഫുഡിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ഫ്ലോയിലൊന്നും പോയി. പിന്നെ ഫുഡ് കഴിക്കുന്ന ചെറിയൊരു വീഡിയോ എടുത്തതാണ് ഇപ്പോൾ ഇവിടെ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. കഴിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തത്. ബീഫ് വരട്ടിയ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഇപ്രാവശ്യമൊക്കെ ഭയങ്കര എനിക്ക് പൊതുവെ അങ്ങനെ അത്ര വലിയ എനിക്ക് ഇഷ്ടമാവല്ല ഞാൻ ആക്കിയത് വരട്ടി. പക്ഷേ ഇപ്രാവശ്യം നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ അമ്മ ഏതായാലും ഞാൻ ഫുഡൊക്കെ കാണിച്ചു തരുന്നു. ഗൈസ്, ഇതാണ് നമ്മുടെ ആട് മസാല, നമ്മുടെ മട്ടൺ മസാല. അപ്പോൾ ഇതെൻ്റെ ബീഫ് വരട്ടിയത് ഗൈസ്. ഫ്രൂട്ട്സ് എല്ലാം ഇത് ഐറ്റം കസ്റ്റർഡ് ഐറ്റം ചൂടുണ്ട് ഇല്ല, തണുക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ കസ്റ്റർഡ് കേട്ടോ. അത് തണുക്കാണ്ട് വാങ്ങണ്ടല്ലോ. അപ്പോൾ കസ്റ്റർഡ് ഫ്രിഡ്ജിലേക്ക് കയറ്റാൻ പോകണം. തണുത്ത സ്റ്റോക്ക് ഇതപ്പോൾ ഷെഞ്ചുവിൻ്റെ നമ്മുടെ മേലാണ് ചെയ്തിട്ട് ബട്ടർഫ്ലൈ ഇപ്പത്തെ ഷെഞ്ചു കാലം തേച്ചിട്ടുണ്ട്. അപ്പോൾ കസ്റ്റർഡ് നമുക്ക് നോക്കട്ടെ.
ഉണ്ടോ? അപ്പം ഇനി ഇൻഷാല്ല നമുക്ക് രാവിലെ കാണാം. അപ്പം എൻ്റെ ചെറിയ ഡ്രസ്സൊന്നും ഇസ്തിരിടാനും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇക്കാൻ്റെ ഷർട്ട് ഒന്ന് നോക്കട്ടെ. ഓക്കെ, അപ്പം ചേട്ടാ. അപ്പോൾ ഇതാണ് കേട്ടോ ഇക്കാൻ്റെ ഡ്രസ്സ്. ഒരു വൈറ്റിന് ഗ്രേ ലൈൻസ് വരുന്നത്, അതുപോലെ തുണിയാണ് കേട്ടേക്ക. അപ്പോൾ നമ്മളത് ഞാൻ രാവിലെ കാണിച്ചു തരാം. അപ്പുറം നമ്മുടെ റൂമിൽ ആങ്കറും തൂക്കിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ കാണിക്കട്ടെ ഇൻഷാല്ല. അപ്പോൾ ഗൈസ് ഗുഡ് നൈറ്റ്. ഹലോ, ഗുഡ് മോർണിംഗ്, അസ്സലാമു അലൈക്കും, ഈദ് മുബാറക്. അപ്പോൾ അങ്ങനെ ഇതാ നേരം വെളുത്തിരിക്കുകയാണ്. കഴിച്ച് ഇപ്പോൾ സമയം 6:30 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇക്ക പള്ളിയിലെല്ലാം പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇക്കതവിടെ ചായ കുടിക്കണം. പുറത്തേക്ക് എന്താ ആവശ്യത്തിന് മുറ്റത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇപ്പം വേണ്ട പറഞ്ഞു, ചായ മാത്രം വന്നിട്ട് അങ്ങനെ ചായ കുടിക്കുമായിരുന്നു. ഓക്കെ, ഇക്ക വന്നിട്ട് ഇക്കാൻ ജസ്റ്റ് കാണിക്കാം കേട്ടോ. ഓക്കെ, ചായ എൻ്റെ ചായ മാത്രമേ കുടിക്കൂ. എൻ്റെ ചായ മാത്രമേ കുടിക്കൂ അല്ലേ? സമ്മതിക്കുന്നു തലേന. അപ്പോൾ ഇനി എന്താക്കണം, ഇന്നത്തെ ബീഫൊക്കെ ഒന്ന് ചൂടാക്കണം. കാരണം ബീഫ് നമ്മൾ രാത്രി കൂട്ടിയതാണ്. അപ്പം അതൊന്ന് ചൂടാക്കണം. അതുപോലെ തന്നെ കച്ചമ്പറാക്കിയിട്ട് വെക്കാം. എന്നിട്ട് കുറച്ച് കിടന്നിട്ട് വയ്യ എണീക്കാന്നാണ് വിചാരിക്കുന്നത്. അറിയില്ല എന്നെ അപ്പോൾ എണീച്ചിട്ട് പിന്നെ അത് എഴുതാൻ സമയമുണ്ടാകുന്ന അറിയില്ല. ഞാനൊന്ന് കറി ചൂടാക്കിയിട്ട് എനിക്ക് കരിയപ്പം വെച്ച് തിന്നിട്ട് കേട്ടോ. ഹോർലിക്സ് വേണ്ടാന്ന് വിചാരിക്കുന്നു. അതിന് വെച്ച് ഹോർലിക്സ് ആക്കാമെന്ന്, പിന്നെ അതിന് വെച്ച് ഹോർലിക്സ് ആക്കാമെന്ന്, പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ. ഓക്കെ, അപ്പം നമുക്കൊന്ന് കറികളിൽ ചൂടാക്കിയിട്ട് അപ്പം പൊരിച്ച് തിന്നാം. അപ്പം ഇക്കാൻ്റെ നമ്മുടെ പുതിയ പേർക്കിൽ ഇക്കാൻ്റെ ഫസ്റ്റത്തെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നിച്ചിട്ടുള്ള നമ്മൾ പുതിയ പേർക്ക് ആദ്യത്തെ വരുന്നതാണ്, ഇക്കാൻ്റെ ആദ്യത്തെ വരുന്നതാണ്. കാരണം ഇക്ക ചെറിയ പെരുന്നാൾ ഉണ്ടായിട്ടില്ല, എൻ്റെ തലേന്നാട്ട് പോയില്ലേ, ദുബൈയിലേക്ക് പോയിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പെരുന്നാളാണ് മാഷാഅല്ലാഹ്. ഓക്കെ, ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായി, എൻ്റെ ബീഫ് ഇന്നലെ മാഷാഅല്ലാഹ് നല്ല ടേസ്റ്റ് ആയി കേട്ടോ. സാധാരണ വെളിച്ചെണ്ണയിലാണ് ബീഫിൻ്റെ ഇത് മസാല ആക്കുമ്പോൾ കാച്ചത്. ബട്ട് നമുക്കിപ്പം എന്തോ വെളിച്ചെണ്ണ കൊണ്ട് ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ സ്മെല്ല് ഇത്ര പിടിക്കുന്നില്ല. അതുകൊണ്ട് സൺഫ്ലവറിലാണ് ഉണ്ടാക്കിയേട്ടോ. സൺഫ്ലവർ ഓയിൽ ശരിയാണ് സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ ബീഫിനൊക്കെ കളറല്ല കേട്ടോ, നല്ല അടിപൊളി കളറാണ് ഉള്ളത്. വീഡിയോയിൽ ഈ കളറാണ് കാണുന്നത്. ഞാൻ ഫ്ലാഷ് ഓണാക്കിയാണ്. അപ്പം എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല, രാത്രി പോലെ ലൈറ്റായിട്ട് കഴിച്ചത്, ബട്ട് വിശക്കുന്നു. ഓക്കെ, ഇന്നത്തെ പെരുന്നാളിൻ്റെ വീഡിയോയിൽ ഇതൊക്കെ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ, കാരണം എപ്പോഴും പെരുന്നാളിൻ്റെ അന്നത്തെ മാത്രം എടുക്കാൻ നിന്നാൽ ജസ്റ്റ് രാവിലത്തെ ഒന്ന് റെഡി ആവുന്നത് മാത്രം എടുക്കാൻ രാവിലെ കുറച്ച് വീഡിയോ ഉണ്ടാവുമല്ലോ. ഒന്നാമത് പിന്നെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളും, പക്ഷെ അതൊന്നും നമ്മൾ വീഡിയോ എടുക്കുന്നില്ലല്ലോ അങ്ങനെ. അതിൻ്റെ അപ്പോൾ ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങളും നമ്മൾ വീഡിയോ എടുക്കാൻ നിൽക്കുന്നത്. ഇപ്പോൾ വലിയ വലിയ യൂട്യൂബേഴ്സ് ആണെങ്കിൽ അവരുടെ ബാക്കിൽ ക്യാമറ പിടിച്ച് നടക്കാൻ ഒരാളുണ്ടാവും. പക്ഷെ നമ്മളങ്ങനെയല്ല, എൻ്റെ വീഡിയോ ഞാൻ തന്നെ ഇങ്ങനെ എടുത്തോണ്ട് നടക്കണം. ഹായ് ഗൈസ് ഇന്നതാണ്, അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞോണ്ട് ഞാൻ തന്നെ എടുത്തു കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ചിരുന്നു രാത്രി മുതൽ ജസ്റ്റ് ഇൻട്രൊക്കെ ഇട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് ഉണ്ടാവും കേട്ടോ. ഓക്കെ, നമുക്ക് കരിയപ്പെല്ലാം പൊരിച്ചിട്ടിന് കഴിക്കുമ്പോൾ കാണാം കേട്ടോ. ഇവിടെ ഡ്രസ്സ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഷംജുവിൻ്റെ ഡ്രസ്സ് കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ആദ്യമായിട്ട് ഞാൻ ടൈപ്പ് ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് പാൻറ്റും ഞാൻ ഫ്രോക്ക് മോഡൽ പെരുന്നാൾ എടുക്കലേ ഇല്ല.
കച്ചമ്പറാക്കിയിട്ടാണ്. അപ്പോൾ അതൊന്നും വീഡിയോയിൽ എടുക്കുന്നില്ല. ഫോൺ ചാർജ് ചെയ്തിട്ട് അങ്ങനെ വൈകി ഫോട്ടോസ് എടുക്കാൻ ചാർജ് ഉണ്ടാവില്ല കേട്ടോ. ഫോട്ടോ എടുത്ത് കളിക്കുമ്പോൾ ചാർജ് തരുമോ. അപ്പം ഞാൻ ഫോൺ ചാർജ് കുത്തിയിട്ട് ഞാൻ കച്ചമ്പറൊന്നും ആക്കിയിട്ട് നോക്കട്ടെ. ചിലപ്പോൾ കുറച്ച് 5 മിനിറ്റ് കിടക്കണമെന്നുണ്ട്. നടക്കുമെന്ന് അറിയില്ല. കാരണം ഇപ്പം തന്നെ 7 മണി കഴിഞ്ഞ് 8 മണി ആവാനായി. എനിക്ക് കിടന്നിട്ട് പണിയൊക്കെ ഉണ്ട്. കിടന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഉറങ്ങിപ്പോകും. അത് നല്ല ഉറക്കമുണ്ട്. കാരണം ഇന്നലെ എത്ര മണിക്ക് ഒരു 1-2 മണിയായിട്ടുണ്ടാവും ഉറങ്ങുമ്പോഴത്തേക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നോക്കട്ടെ. കുറച്ചൊന്ന് കിടക്കണമെന്നുണ്ട്. നമുക്ക് നോക്കാം. മോളോ മുബാറക്. അപ്പം ഗായ്സ് ഇപ്പോൾ സമയത്ത് അറിയാം 10 മണിയായിട്ടോ. നമ്മൾ ഒരുങ്ങിയിട്ടൊന്നുമില്ല. ഷെൻജിത് എപ്പോൾ എണീച്ചു. ഞാൻ കുറച്ച് കിടന്ന് നല്ല ഉറക്കം വരുന്നുണ്ട്. പക്ഷെ ഉറങ്ങിപ്പോയാലേ കുറച്ച് കാണിച്ച് ഇമ്മി. എന്നാലും അങ്ങനെ നല്ല ഉറക്കം ഉറങ്ങിയിട്ടൊന്നുമില്ല. ഗൈസ് നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫുള്ള് സെറ്റാക്കിയിട്ട് പെരക്കേക്ക് പോയിട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് വരും റെഡിയായിട്ട്. അപ്പോൾ നമുക്ക് ഇക്കാക്ക് ഏതായാലും വിളമ്പി കൊടുക്കാം. ഓക്കെ, പുതിയ പെരക്കത്തെ ആദ്യത്തെ പെരുന്നാൾ എന്ത് പറയുന്നു. ഷൺസതാ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. മുടിയൊക്കെ കെട്ടണം അത്ര കേട്ടോ. വെറുതെ ഇട്ട്. അപ്പം ഞാൻ അപ്പോൾ ഗൈസ് ഞാൻ ഡ്രസ്സ് ഇട്ടോ. ഷൺസ ഡ്രസ്സ് ഇട്ടോ. ഞാൻ കുറച്ച് മുഖത്തൊന്നുമില്ല, ലിപ്സ്റ്റിക് ഇട്ട് സെറ്റായി. ഓക്കെ, ഇത് നാളെ മറ്റന്നാൾ രണ്ടാമത് ബാപ്പാനിരിക്കുന്ന മനുഷ്യൻ അല്ലേ. അപ്പോൾ ഗൈസ് ഞാൻ സെറ്റായിട്ടുണ്ട് കേട്ടോ. ക്ലിയർ ഉണ്ടോയെന്നറിയില്ല. ഗൈസ് അങ്ങനെ ഫൈനലി റെഡിയായി കഴിഞ്ഞ്. ഇനി എന്താ പരിപാടി? പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് ഭയങ്കര മഴ പെയ്യുന്നല്ല വിചാരിച്ചു. പക്ഷെ നല്ല കട്ട പെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ സെൽഫി എടുക്കണം. സെൽഫി കീയില്ലേ? നീ ഭക്ഷണം കഴിച്ചു. നമ്മുടെ ഔട്ട്ഫിറ്റ്സ് കണ്ടത് ലൈറ്റ് വെയിൽ ഭയങ്കര. ഇതൊക്കെയാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്സ്. പിങ്ക്, ഗ്രീൻ, ബ്ലൂ. ബേബി ഗേൾ, ബേബി ബോയ്, ബേബി ടിൻസ്. ഇത് ബേബി ഗേൾ, അത് ബേബി ബോയ്, ഇത് ടിൻസ്.
ഇപ്പോൾ ഞാൻ ഇക്കാടെ വരക്കേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അമ്മ ജസ്റ്റ് ഒന്ന് പോയിട്ട് കയറിയിട്ട് വരാമെന്ന് ഇരിക്കുന്നത്. നമുക്ക് വൈകുന്നേരം ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ്, അതുകൊണ്ട് ഒന്ന് പോയിട്ട് വേഗം വരാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് ഇക്കാരെ ഉപ്പിറക്കുന്നിടത്ത് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഗൈസ് അങ്ങനെ ഇക്കാരെ വർക്കൊക്കെ പോയിട്ട് വന്നപ്പോൾ തിരിച്ചെത്തിയിട്ടാ. ഇനിയിപ്പോൾ വൈകുന്നേരം ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ ഇക്ക വരടെ പോയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കുറച്ച് റെസ്റ്റ് എടുക്കാം. ചെഞ്ചൊന്നും ചോറ് കഴിച്ചിട്ടില്ല കേട്ടോ. ചൂടായതുകൊണ്ടോയെന്ന് അറിയില്ല. കസ്റ്റർഡ്, ഐസ്ക്രീം, വെള്ളം അങ്ങനെയൊക്കെ അങ്ങനെ തിന്ന് കുടിച്ചൊക്കെ വയറ് നിറച്ച്. ചോറിപ്പം കൊടുക്കണേ ഇനി, അല്ലെങ്കിൽ വയ്യ വിശക്ക് എന്തായാലും. അപ്പോൾ എന്താണ് കഥ? അപ്പോൾ എല്ലാവരും പെരുന്നാളൊക്കെ എങ്ങനെയുണ്ട്? യെസ് ഗായ്സ്, അങ്ങനെ ഫൈനലി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഗൈസ്. ചിലപ്പോൾ നെക്സ്റ്റ് ചെക്കപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ എൻ്റെ ഡെലിവറി ആയിരിക്കും, അറിയില്ല എനിക്ക്. നെക്സ്റ്റ് പോക്ക് ഇൻഷാല്ല ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാനാണ് ചാൻസ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക ഗൈസ്. ഇൻഷാല്ല നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടാ. അങ്ങനെ ഹോസ്പിറ്റലൊക്കെ കാണിച്ച് വിശേഷങ്ങളൊക്കെ പെറുക്കെത്തിയിട്ട് പറയട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരിച്ച് പോകുമ്പോൾ ഒന്ന് നമുക്ക് പാനിപ്പൂരി കഴിക്കണമെന്ന് കുറേ ദിവസമായി ഞാനിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് പോകുന്ന വഴിയിൽ ചെറുവത്തൂർ ലോലിനോയിൽ കയറിയിട്ട് നമ്മൾ പാനിപ്പൂരി കഴിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണട്ടെ ഗൈസ്. അങ്ങനെ നമ്മുടെ പെരുന്നാളെല്ലാം അവസാനിച്ചിരിക്കുന്നു ഗൈസ്. അങ്ങനെ ചെറിയ പെരുന്നാളും കഴിഞ്ഞ് ഹജ്ജ് പെരുന്നാളും കഴിഞ്ഞു അല്ലേ. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി അൽഹംദുലില്ലാ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്ന് PV ചെയ്തിട്ടുണ്ട് അതിന്. അപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി 17 വിളിച്ചിട്ട് പോകാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും പെയിൻ വന്നാൽ പോകാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ 17 ഡോക്ടറിനെ വിളിച്ചിട്ട് പോകാൻ പറഞ്ഞു. എന്താണെന്ന് അറിയില്ല, അങ്ങനെ പറഞ്ഞോളൂ. കോൾ ചെയ്തിട്ട് വരണം പറഞ്ഞു കേട്ടോ. അപ്പോൾ 25 ഡേറ്റ്. 17 കഴിഞ്ഞാൽ പിന്നെ 25 എത്ര ദിവസം, അതുകൊണ്ട് 17 വിളിച്ചിട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ എന്താണ് ടെൻഷനിലുണ്ടോ ചോദിച്ചാലല്ല. അപ്പോൾ ഈ ഒരു പ്രഗ്നൻസി നമുക്ക് അത്യാവശ്യം ചെറിയൊരു പേടിയും കാര്യങ്ങളെല്ലാം ഉണ്ട്, എന്തെന്നറിയില്ല. അപ്പം ഇൻഷാല്ലാ ഇത്രയാണ് ഇന്നത്തെ ഒരു വിശേഷങ്ങളും നമ്മുടെ പെരുന്നാളിൻ്റെ വ്ളോഗും എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയോണ്ട് കുറച്ചെങ്കിലും ഇത്ര വീഡിയോസ് കിട്ടി, അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും വീഡിയോസൊന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ എടുക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പെരുന്നാളിൻ്റെ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചെന്താ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.